എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും PK ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പലരും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒരു സെഷൻ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചത്. വൊക്കാബുലറി ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയി അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ സിലബസ് അനുസരിച്ചിട്ടുള്ള വൊക്കാബുലറി ക്ലാസ്സുകളാണ് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പറഞ്ഞ രീതിയിൽ കോഡ്സും കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. കാരണം നമുക്ക് PSCയുടെ ലേറ്റസ്റ്റ് ട്രെൻഡ്സും പാറ്റേൺസ് ഒക്കെ അറിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെ. അതേപോലെ തന്നെ മാക്സിമം നെഗറ്റീവ് ഒക്കെ ഒഴിവാക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ തെറ്റ് വരുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെയൊക്കെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മുമ്പ് തെറ്റിച്ചിട്ടുള്ള ഭാഗം പിന്നീട് നിങ്ങളത് റെക്ടിഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ആ ഒരു ടോപ്പിക് നിങ്ങൾ സ്ട്രോങ് ആയി വരുന്നുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 2024 ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാവരും ഒറ്റയ്ക്ക് ശ്രമിക്കുക, ആൻസർ ചെയ്ത് നോക്കുക, എന്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ഫസ്റ്റ് വൺ, ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ, ഷീ എക്സ്ക്ലെയിംഡ്. അപ്പോ ഇതാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്, ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുണ്ട്. ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഡാഷ് ടു പാരീസ് ബിഫോർ. ഇതിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? എല്ലാവരും സെൽഫായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, I have never been to Paris before, she exclaimed. അപ്പോ she exclaimed that dash to Paris before. എന്തായിരിക്കും നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം ഇവിടെ ഐ ഹാവ് നെവർ ബീൻ, ഹാവ് പ്ലസ് V3 അല്ലെ. ഹാവ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ, അത് വെർബിന്റെ തേർഡ് ഫോം ആണ്. നമ്മൾ V1, V2, V3 എന്നൊക്കെ പറയാറില്ലേ, അതിന്റെ തേർഡ് ഫോം, വെർബിന്റെ തേർഡ് ഫോം ആണ് V3 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോ, വെന്റ്, ഗോൺ അല്ലെ. ആ ഗോൺ ആണ് വെർബിന്റെ തേർഡ് ഫോം. അല്ലെങ്കിൽ ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ, ഈറ്റൺ ആണ് വെർബിന്റെ തേർഡ് ഫോം. അപ്പൊ തേർഡ് ഫോം മനസ്സിലായല്ലോ. ഇനി ബീനൊക്കെ കാണുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടുമ്പോൾ മൈൻഡിലേക്ക് വരണം, ബീൻ എന്ന് പറയുന്നത് ആരാ, വെർബിന്റെ തേർഡ് ഫോം ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇനി ഹാവ് പ്ലസ് V3 ഉണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോ അല്ലെങ്കിൽ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് പറയുമ്പോ എന്തുണ്ടാവും? ഹാവ് മാറിയിട്ട് ഹാഡ് ഉണ്ടാവും അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഹാഡ് പ്ലസ് V3 ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് തന്നെ ഹാഡ് ഉള്ള ഒറ്റ ഓപ്ഷൻ ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അല്ലെ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഷീ ഹാഡ് നെവർ ബീൻ. കണ്ടോ, ഹാഡും V3 ഫോം ഓഫ് ദി വെർബും ഉണ്ട്. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടിയല്ലോ അല്ലെ. നമ്മളോട് സ്കൂളിലൊക്കെ ചോദിക്കുന്ന പോലെ ഒന്നും അല്ല, നമുക്ക് 4 ഓപ്ഷൻസ് കൊടുക്കും, ജസ്റ്റ് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടു കൂടി പഠിക്കാൻ ശ്രദ്ധിക്കാം. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം അല്ലെ. ഐ റിഗ്രറ്റ് ഡാഷ് യു ദാറ്റ് ദ ഈവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. ഇത് കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമാണ്. ഐ റിഗ്രറ്റ്, നമ്മള് ഈ റിഗ്രറ്റിന് ശേഷം ING ഫോം ഓഫ് ദി വെർബ് പറയാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഐ റിഗ്രറ്റ്, ഓക്കെ, ഡൂയിങ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പാസ്റ്റില് ഒരു കാര്യം പറയാനായിട്ടാണ് നമ്മൾ ING ഫോം യൂസ് ചെയ്യുക. ഓക്കെ, ഐ റിഗ്രറ്റ് ഡൂയിങ് ദാറ്റ് എന്നുള്ള രീതിയിലൊക്കെ. ഓക്കെ, പാസ്റ്റിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് നമ്മൾ റിഗ്രറ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? 2 + V1 ഫോം ഓഫ് ദി വെർബ് ആണ്. ഏതാണ്? 2 + V1 ഫോം ഓഫ് ദി വെർബ്. ഐ റിഗ്രറ്റ് ടു ടെൽ യു ദാറ്റ് ദ ഈവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. ഓക്കെ, നെഗറ്റീവ് ആയിട്ടൊരു കാര്യം പറയുന്നത് അല്ലെ. ഐ റിഗ്രറ്റ് ടു ടെൽ യു ദാറ്റ് ഈവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്, ആ ഈവന്റ് ക്യാൻസൽ ചെയ്യപ്പെട്ടു അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 2 + V1 ഫോം ഓഫ് ദി വെർബ് ആണ്. ടെല്ലിങ് നമുക്ക് പറയാം എപ്പോഴാ? പാസ്റ്റിലെ കാര്യം സൂചിപ്പിക്കുമ്പോൾ നമുക്ക് റിഗ്രറ്റിന്റെ കൂടെ ING ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വെൻ ഐ അറൈവ്ഡ് ദേ ഡാഷ് ഫോർ ഓവർ ആൻ അവർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വെൻ ഐ അറൈവ്ഡ്, ഓക്കെ, ദേ ഡാഷ് ഫോർ ഓവർ ആൻ അവർ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. ഒന്ന് നോക്കിയിട്ട് ആൻസർ പറഞ്ഞോളൂ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു
കീവേഡ് ഇവിടെ ഇരിപ്പുണ്ട് അല്ലെ. ഫോർ, സിൻസ് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഏത് ടെൻസാ പ്രിഫർ ചെയ്യുന്നത്? പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ ഈ 4 ഓപ്ഷൻസ് നോക്കിയതിനകത്ത് പെർഫെക്റ്റ് ടെൻസിൽ ഏതാ വരുന്നത്? വെൻ ഐ അറൈവ്ഡ് ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ഓവർ ആൻ അവർ അല്ലെ. ഹാഡ് ബീൻ വെയിറ്റിംഗ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ സിൻസ് അല്ലെങ്കിൽ ഫോർ വരുമ്പോ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ സിൻസ് അല്ലെങ്കിൽ ഫോർ വരുമ്പോ മനസ്സിലാക്കണം അവിടെ നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും യൂസ് ചെയ്യാന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എപ്പോഴാ യൂസ് ചെയ്യുക? ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പാസ്റ്റിൽ തന്നെ അവസാനിക്കുന്ന കേസുകളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുക. ഒന്നുകൂടെ, ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പാസ്റ്റിൽ തന്നെ അവസാനിക്കുന്ന കേസ് കേട്ടോ. അവിടെ ഒരു ഡ്യൂറേഷൻ പോലെ പറയുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫോർ വന്നുകൊണ്ടാണ് നമ്മൾ ഹാഡ് ബീൻ വെയിറ്റിംഗ് എന്നുള്ള ആൻസറിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഇതിന്റെയൊക്കെ മീനിങ് മനസ്സിലാക്കിയിട്ട് പഠിക്കണേ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങി പ്രസന്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസ് വരുമ്പോഴാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നെക്സ്റ്റ് വൺ, the diplomat's ability to speak multiple languages was considered a valuable dash in international negotiations. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? പറയാവോ? എല്ലാവരും ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞ ഏതായിരിക്കും? The diplomat's ability to speak multiple languages was considered a valuable asset ആണ് അല്ലെ. ഒരു അസറ്റ് ആയിരുന്നു എന്നുള്ള രീതിയിലല്ലേ പറയണ്ടേ. അപ്പൊ was considered a valuable asset in international നെഗോസിയേഷൻസ്. അപ്പൊ നമ്മുടെ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ചോദ്യം, ആർട്ടിസ്റ്റ് പെയിന്റഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഡാഷ് ദി ക്യാൻവാസ്. ഏതാണ്? ക്യാൻവാസിലേക്ക് അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓൺ ടു ദി ക്യാൻവാസ്. ഏതാണ്? ഓൺ ടു ദി ക്യാൻവാസ്. ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ടു എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതിന്റെ ഉള്ളിലേക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഇൻ ടു, ഷീ പോർഡ് വാട്ടർ ഇൻ ടു ദി ജാർ എന്ന് പറയാം. അതേപോലെ തന്നെ ഓൺ ടു, ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മുകളില്. അപ്പൊ അവിടെ ഒരു ഫിസിക്കൽ മൂവ്മെന്റും കൂടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഓൺ ടു എന്ന് പറയണം. ഓൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നിന്റെ മുകളിലാണ്. അവിടുന്ന് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതിന്റെ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഓൺ ടു വേണം യൂസ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? ആർട്ടിസ്റ്റ് പെയിന്റഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഓൺ ടു ദി ക്യാൻവാസ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി ആണ്. ഓൺ ടു ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു അല്ലെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നെഗോസിയേഷൻസ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ഫൈനലി ഡാഷ് ആഫ്റ്റർ വീക്സ് ഓഫ് ഡിസ്കഷൻസ് ആൻഡ് ദി വാർ ബിഗാൻ. നമ്മുടെ ഫ്രേസൽ വെർബിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒന്ന് പറയാമോ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദ നെഗോസിയേഷൻസ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ഫൈനലി ഡാഷ് ആഫ്റ്റർ വീക്സ് ഓഫ് ഡിസ്കഷൻസ് ആൻഡ് ദി വാർ ബിഗാൻ. ആൻസർ പറഞ്ഞു നോക്കിയേ, എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ബ്രോക്ക് ഡൗൺ അല്ലെ. ബ്രോക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് അറിയാലോ, ഫംഗ്ഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തോറ്റുപോവാ, ഫംഗ്ഷൻ ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ ഒരു രീതിയിൽ അല്ലെ. അപ്പൊ ബ്രേക്ക് ഡൗണിന്റെ തന്നെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോക്ക് ഡൗൺ. ഓക്കെ, നെഗോസിയേഷൻസ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ഫൈനലി ബ്രോക്ക് ഡൗൺ. ഓക്കെ, ഫംഗ്ഷൻ ചെയ്തില്ല, അതുകൊണ്ട് തന്നെ വാർ സ്റ്റാർട്ട് ചെയ്തു. കുറെ വീക്സിന് ശേഷം എന്ത് ചെയ്തു? വാർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ബ്രോക്ക് ഡൗൺ, ബ്രോക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയൊക്കെ ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയില്ലേ, ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോക്ക് ഡൗൺ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് അല്ലെ. നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോവാം. ബ്രോക്ക് അപ്പ് ഉണ്ട്, പിന്നെ ബ്രോക്ക് ഔട്ട് ഉണ്ട്, ബ്രോക്ക് ത്രൂ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ബ്രോക്ക് ഔട്ട്. ബ്രോക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് കേട്ടോ. അപ്പൊ ഒന്നല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് എന്നായിരിക്കും, അല്ലെങ്കിൽ ബ്രോക്ക് ഔട്ട് എന്നായിരിക്കും ചോദിക്കുക. ബ്രോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് സഡൻലി, അല്ലെങ്കിൽ ടു സഡൻലി സ്റ്റാർട്ട് ഓർ ഒക്കർ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രോക്ക് ഔട്ട് എന്ന് പറയാ. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം അല്ലെ. ബ്രേക്ക് ഔട്ട്, ബ്രേക്കിന് നമ്മൾ ഔട്ടിൽ പോകും, പെട്ടെന്ന് തന്നെ നമ്മൾ ഔട്ടിൽ പോകും അല്ലെ. നമ്മുടെ ലഞ്ച് ബ്രേക്കിന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് പോകും, ഔട്ടിലേക്ക് പോകും എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സഡൻലി പോകും അല്ലെ. അപ്പൊ സഡൻലി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ.
ഇനി എന്റെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഷീ ബ്രോക്ക് ഔട്ട് ഇൻ എ റാഷ് ആഫ്റ്റർ ഈറ്റിംഗ് ദി ഷെൽ ഫിഷ്. ഓക്കെ, ഷീ ബ്രോക്ക് ഔട്ട് ഇൻ എ റാഷ് ആഫ്റ്റർ ഈറ്റിംഗ് എ ഷെൽ ഫിഷ്. അടുത്ത് നോക്കാം, ബ്രോക്കപ്പ്. ബ്രോക്കപ്പ്, ബ്രേക്കപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. എന്താണ്? അത് ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ബ്രോക്കപ്പ്. ടു എൻഡ് എ റിലേഷൻഷിപ്പ് ഓർ പാർട്ട്ണർഷിപ്പ്, അതിനെയാണ് ബ്രോക്കപ്പ് എന്ന് പറയാ. ദ കപ്പിൾ ബ്രോക്കപ്പ് ആഫ്റ്റർ 5 years ഓഫ് നോയിങ് ഈച്ച് അതർ. 5 വർഷം അറിഞ്ഞതിന് ശേഷം അവർ ബ്രേക്കപ്പ് ആയി എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. ഇനി ബ്രോക്ക് ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫംഗ്ഷൻ ചെയ്യുന്നില്ല, കൊളാപ്സ് ചെയ്യുക. കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദി സൈഡ് ഓഫ് ദി റോഡ്. ഓക്കെ, ഇനി ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ടു ഓവർകം ആൻ ഒബ്സ്റ്റക്കിൾ ഓർ ബാരിയർ. ഒരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു തടസ്സമൊക്കെ ഓവർകം ചെയ്യുക, തരണം ചെയ്യുക. അതിനെയാണ് ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ബ്രോക്ക് ത്രൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ റിസർച്ചേഴ്സ് ബ്രോക്ക് ത്രൂ ദി വാൾസ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് മേഡ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറി. ഓക്കെ, അതിനൊക്കെ ഓവർകം ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോ എന്റെ കൂടെ തന്നെ ഇതെല്ലാം പഠിച്ചു പോവാ. ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രേക്ക് വന്നു ഉടനെ തന്നെ സഡൻലി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. അപ്പൊ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സഡൻലി. ഓക്കെ, പിന്നെ ബ്രോക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്കപ്പ് ചെയ്തു, അതൊക്കെ കിട്ടുമല്ലോ അല്ലെ. ടു എൻഡ് റിലേഷൻഷിപ്പ്. ബ്രോക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വീണു നോക്കാം അല്ലെ. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക്. അപ്പൊ അതായത് സ്റ്റോപ്പ് ഫംഗ്ഷനിങ് ആയി, താഴത്തേക്ക് വീണു, അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്തു, ഫംഗ്ഷനിങ് ഒക്കെ നിന്നു, അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്തു എന്നുള്ള രീതിയിൽ ഓർക്കാം. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ഡൗൺ ആയി എന്ന് തന്നെ ഓർക്കുക കേട്ടോ. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്സ്റ്റക്കിൾ തരണം ചെയ്യുക എന്നുള്ള മീനിങ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നോക്കാം. The detective's ability to notice the dash details led to the solving of the complex mystery. The detective's ability to notice the dash details, വിസിബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ നോട്ടിസബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയതുകൊണ്ട് ആ ഒരു മിസ്റ്ററി, കോംപ്ലക്സ് ആയിട്ടുള്ള മിസ്റ്ററി സോൾവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നോട്ടിസബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവിടുത്തെ ആൻസർ സാലിയന്റ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. എന്താണ് സാലിയന്റ്? വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നോട്ടിസബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതാണ് സാലിയന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ തന്നെ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തേക്ക് നോക്കിയേ. ഇൻകോൺസ്പിക്വസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകോൺസ്പിക്വസ് എന്ന് പറഞ്ഞാല് നമുക്ക് അത്ര എളുപ്പത്തിൽ നോട്ടീസ് ചെയ്യാത്തത് കേട്ടോ, അത്ര വിസിബിൾ അല്ലാത്തത്, അതിനെയാണ് നമ്മൾ എന്താ പറയാ? ഇൻകോൺസിപ്പിക്വസ് എന്ന് പറയാ. ദ സ്മോൾ ഇൻകോൺസിപ്പിക്വസ് ഡോർ ബ്ലെൻഡഡ് ഇൻ വിത്ത് ദ വാൾ മേക്കിംഗ് ഇറ്റ് ഹാർഡ് ടു ഫൈൻഡ്. അപ്പൊ അത് അത്ര നോട്ടീസ് ചെയ്യാത്തതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും പഠിച്ചേക്കുക, ഇൻകോൺസിപ്പിക്വസ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നോട്ടീസ് ചെയ്യാത്തത് കേട്ടോ. ഇനി ഒസ്റ്റെൻസിബിൾ എന്ന് പറഞ്ഞാല് അപ്പിയറിംഗ് ഓർ സീമിംഗ് ടു ബി ട്രൂ ബട്ട് നോട്ട് നെസസറിലി ആക്ച്വലി ട്രൂ. ശരിക്കും ട്രൂ ആവണം എന്നില്ല, പക്ഷെ നമുക്കത് ശരിയായ രീതിയിൽ തോന്നും. നമ്മൾ അപ്പാരന്റ് എന്നൊക്കെ പറയില്ലേ, അപ്പാരന്റ് ഡെപ്ത് എന്നൊക്കെ പറയില്ലേ, അതേപോലെ കേട്ടോ. അതാണ് ഒസ്റ്റെൻസിബിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻകോൺസിപ്പിക്വസും പറഞ്ഞു, ഒസ്റ്റെൻസിബിൾ പറഞ്ഞു അല്ലെ. സാലിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഡിറ്റക്റ്റീവ്സ് എബിലിറ്റി ടു നോട്ടീസ് ദി സാലിയന്റ് ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ലെഡ് ടു ദി സോൾവിംഗ് ഓഫ് ദി കോംപ്ലക്സ് മിസ്റ്ററി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബാർഗെയിൻസ് ബിറ്റ്വീൻ ദ ടു കമ്പനീസ് റീച്ച്ഡ് എ ഡാഷ് വെൻ ദേ ഫെയിൽ ടു എഗ്രി ഓൺ ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദ ബാർഗെയിൻസ് ബിറ്റ്വീൻ ദ ടു കമ്പനീസ് റീച്ച്ഡ് എ ഡാഷ് വെൻ ദേ ഫെയിൽഡ്. ഇവിടെ ഫെയിൽഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും ഒരു നെഗറ്റീവ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആൻസർ ആയിരിക്കും വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ആ ഫെയിൽഡ് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഓപ്ഷൻസ് നോക്കുമ്പോ ടേണിംഗ് പോയിന്റ്, വഴിതിരിവ്, അതല്ല അല്ലെ. ഡെഡ് എൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ ഒരു അവസാനമായി. നമ്മൾ ഡെഡ് എൻഡ് ആയി എന്ന് പറയില്ലേ, ഇപ്പൊ ഒരു വഴിയുടെ ഡെഡ് എൻഡ് ആയി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതേപോലെ ദ ബാർഗെയിൻസ് ബിറ്റ്വീൻ ദ ടു കമ്പനീസ് റീച്ച്ഡ് ഡെഡ് എൻഡ് അല്ലെ. ഡെഡ് എൻഡ് വെൻ ദേ ഫെയിൽ ടു എഗ്രി ഓൺ ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അവിടെ ഒരു അവസാനമായി, അവിടെ അവര് ഫെയിൽ ചെയ്തു, അല്ലെങ്കിൽ അത് എന്താ പറയാ, അത് ശരിയായില്ല എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഗ്രീൻ ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പോസിറ്റീവ് സിഗ്നൽ ആയിട്ട് കാണാം അല്ലെ. ലാസ്റ്റ് സ്ട്രോ എന്താ? ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാല് ഏറ്റവും അവസാനത്തെ എന്താ പറയാ ഒരു ഡിഫിക്കൽട്ടി ആണ്, ഏറ്റവും അവസാനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടുകയാണ്. ആ ഒരു കാര്യം കൂടി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊളാപ്സ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് ലാസ്റ്റ് സ്ട്രോ കേട്ടോ. അതായത് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരു ക്യാമല്, ഇങ്ങനെ ഒരുപാട് ഭാരം ചുമന്നു കൊണ്ടുപോകുന്ന ഒരു ക്യാമൽ ഉണ്ടായിരുന്നു.
അവസാനം ഒരു ലാസ്റ്റ് സ്ട്രോങ് കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോ അതാകെ തകർന്നു പോയി. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സീരീസ് ഓഫ് ഡിഫിക്കൽട്ടീസ് ആണ്. അതിലെ ലാസ്റ്റ് സ്ട്രോ വന്നു കഴിഞ്ഞപ്പോ കൊളാപ്സ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ഇഡിയത്തിന്റെ അർത്ഥം. ലാസ്റ്റ് സ്ട്രോ കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടുത്തെ ആൻസർ എല്ലാവർക്കും കിട്ടിയല്ലോ. ദ ബാർഗെയിൻസ് ബിറ്റ്വീൻ ദ ടു കമ്പനീസ് റീച്ച്ഡ് ഡെഡ് എൻഡ് വെൻ ദേ ഫെയിൽ ടു എഗ്രി ഓൺ ദി ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷീ ഷോഡ് conscientious concern for the environmental issues by actively participating in tree planting campaigns പറയാം, അതേപോലെ തന്നെ ഓപ്ഷൻ ബിയും പറയാം, കോൺഷ്യസും പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ രണ്ട് ആൻസറും വരുന്നതുകൊണ്ട് തന്നെ PSC അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Despite facing numerous obstacles, she displayed remarkable dash throughout the challenging project. ഓക്കെ, പറയാവോ എന്താണ് ആൻസർ ആയിട്ട് വരിക? Despite facing numerous obstacles, she displayed, yes, remarkable dash throughout the challenging project. എന്താണ് റിമാർക്കബിൾ? ടെനാസിറ്റി ആണ്. ടെനാസിറ്റി എന്ന് പറഞ്ഞാൽ ഫോംനെസ് ആണ് കേട്ടോ. ഫോംനെസ്, അവള് വളരെ ഫോം ആയിട്ടിരിക്കുകയായിരുന്നു. ഡിസ്പൈറ്റ് ഫേസിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ്, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് തടസ്സങ്ങൾ വന്നാലും ഷീ ഡിസ്പ്ലേഡ് റിമാർക്കബിൾ ടെനാസിറ്റി ത്രൂ ഔട്ട് ദി ചാലഞ്ചിങ് പ്രൊജക്ട്. അവള് വളരെ എന്താ പറയാ, വളരെ ഫോം ആയിട്ട് തന്നെ ആ പ്രൊജക്ട് അത്രയും ചാലഞ്ചിങ് ആയിട്ട് കൂടി അവൾ വളരെ ഫോം ആയിട്ട് നിന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ടെനാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫോംനെസ് ആണ്. ഫോംനെസ് കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഇതായിരുന്നു നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. കമന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള 10 ക്വസ്റ്റ്യൻസും SSC ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പൊ SSC ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ PSC ഇപ്പോൾ ട്രെൻഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആ ലെവലുള്ള ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതിലെ ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻസ് എ ജെറന്റ്? ജെറന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ജെറന്റ് എന്ന് പറയുന്നത്? ഇതിനകത്ത് നമുക്കറിയാം ING കൂടിയിട്ടുള്ള അല്ലെ, ING ഫോം ഓഫ് ദി വെർബ് ആണ്. അപ്പൊ ING കൂടിയിട്ട് വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്. ഹി എൻജോയ്സ് പ്ലേയിങ് സോക്കർ ആണ് അല്ലെ. ഹി എൻജോയ്സ് പ്ലേയിങ് സോക്കർ. അപ്പൊ ING കൂടി വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ശരിയല്ലേ? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി ജെറന്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ സംഭവം? ഈ INGയോട് കൂടിയിട്ടുള്ള ആൾക്കാരെ ഓക്കെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ജെറന്റ്, മറ്റത് ഏതാണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതിലെ ജെറന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ഒക്കെ പിന്നെ ഞാൻ പറയാം. ജെറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ, സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് അല്ലെ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അപ്പൊ അവിടെ ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണോ പറഞ്ഞിട്ടുള്ളത്? ഒരു ക്രിയ എന്നുള്ള രീതിയിലാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല അല്ലെ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അപ്പൊ അങ്ങനെ ക്രിയ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്തായിരിക്കും? അത് ജെറന്റ് ആയിരിക്കും. മീനിങ് നല്ലപോലെ മനസ്സിലാക്കുക കേട്ടോ. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താ? ഹി ഈസ് സ്മോക്കിംഗ്. അവൻ പുകവലിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. ഹി ഈസ് സ്മോക്കിംഗ്. അവൻ പുകവലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു വെർബ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും? അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും. ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. അപ്പോ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ്സുകളൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കി വെക്കാം. INGയോട് കൂടിയിട്ടുള്ള ആൾക്കാരെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ജെറന്റും ഒന്ന് പ്രസന്റ് പാർട്ടിസിപ്പിളും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇതല്ല. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? നമ്മുടെ വെർബിന്റെ തേർഡ് ഫോം ആണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ദാറ്റ് വാസ് ഡാഷ് ഡിസപ്പോയിന്റ്മെന്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ഡാഷ് റൂം അക്രോസ് ഡാഷ് ഹാൾ ഫ്രം ഇറ്റ്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദാറ്റ് വാസ് എ ഡിസപ്പോയിന്റ്മെന്റ് അല്ലെ. എപ്പോഴത്തെ ഡിസപ്പോയിന്റ്മെന്റ് ആണെന്നൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ദാറ്റ് വാസ് എ ഡിസപ്പോയിന്റ്മെന്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ഡാഷ് റൂം. അപ്പൊ ഏതെങ്കിലും റൂം അല്ല, സ്പെസിഫിക് ആയിട്ടുള്ള റൂം. ഞങ്ങൾ പക്ഷെ ആ റൂം കിട്ടാൻ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ള രീതിയിൽ. ബട്ട് വി മാനേജ് ടു ഗെറ്റ് ദ റൂം അല്ലെ. ഗെറ്റ് ദ റൂം അക്രോസ് ദ ഹാൾ ഫ്രം ഇറ്റ്. ഏതെങ്കിലും ഒരു ഹാൾ അല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ അല്ലെ. അക്രോസ് ദി ഹാൾ ഫ്രം ഇറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാ വരണേ? നമ്മുടെ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്.
That was a disappointment, but we managed to get the room across the hall from it ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. As soon as he came, he made sure that everything was all right. ഇങ്ങനെ ഒരു സെന്റൻസ് കൊടുത്തിട്ട് ചേഞ്ച് ഇൻ ടു എ നെഗറ്റീവ് സെന്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ്. അപ്പൊ ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ട് ഇതിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കണം. നമ്മൾ ഇതിനെ നെഗറ്റീവ് ആക്കിയിട്ട് പറയണം, പക്ഷെ മീനിങ് മാറാൻ പാടില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. നെഗറ്റീവ് ആക്കുമ്പോ അതിന്റെ മീനിങ് മാറാൻ പാടില്ല, മീനിങ് സെയിം തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ മീനിങ് എന്താ? ആസ് സൂൺ ആസ് ഹി കേം, അവൻ വന്നപ്പോ തന്നെ ഹി മേഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്, എല്ലാം ശരിയായി എന്നുള്ളത് അവൻ ഉറപ്പുവരുത്തി എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. ഇനി നമുക്ക് നോക്കാം, ഓരോ ഓപ്ഷൻസ് എടുത്ത് നോക്കാം. നോ സൂണർ ഡിഡ് ഹി കം ദാൻ ഹി മേഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. ഇവിടെ മീനിങ് ഒന്നും മാറിയിട്ടില്ല. ഈ നോ സൂണർ വന്നതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഇതിനെ പരിഗണിക്കാം അല്ലെ. ഹി മേഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. അപ്പൊ അതേ മീനിങ് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഓപ്ഷൻ ബി നോക്കിയേ. ആസ് സൂൺ ആസ് ഹി കെയിം ഹി ഡിഡ് നോട്ട് മേക്ക് ഷുവർ, അവൻ ഉറപ്പുവരുത്തിയില്ല എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മീനിങ് മാറിയില്ലേ? ഹി ഡിഡ് നോട്ട് മേക്ക് ഷുവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് പറ്റുമോ? ഇല്ല, കാരണം മീനിങ് അവിടെ മാറി. അടുത്ത നോക്കിയേ. നോ സൂണർ ഹി കെയിം ഹി മേഡ് ഷുവർ ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ്. ഈ നോ സൂണർ ഇതേപോലെയുള്ള നെഗറ്റീവ് വാക്കുകളൊക്കെ വന്നു കഴിയുമ്പോൾ ആദ്യം വരേണ്ടത് ഓക്സിലറി വെർബാണ് കേട്ടോ. ഇവിടെ ആദ്യം വന്നിട്ടുള്ളത് ഏതാ? സബ്ജക്റ്റ് ആണ് വന്നിട്ടുള്ളത്. അത് പറ്റില്ല. ആദ്യം വരേണ്ടത് ഓക്സിലറി വെർബ്, അതിനുശേഷം മാത്രമേ സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. അപ്പൊ അതില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സീനെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോ ഹാർഡ്ലി, സ്കെയർസ്ലി, അതേപോലെ തന്നെ എന്താ അണ്ടർ നോ സർക്കംസ്റ്റൻസസ്, ഇങ്ങനെയുള്ള വാക്കുകൾക്കൊക്കെ ശേഷം ആദ്യം എന്ത് വരണം? ആദ്യം ഓക്സിലറി വെർബ് വരണം. അതിനുശേഷം മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ? സബ്ജക്റ്റ് വരാൻ പാടുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇൻവേർഷൻ റൂൾ എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മതി. ഇനി അടുത്ത് നോക്കി. ആസ് സൂൺ ആസ് ഹി കെയിം ഹി മേഡ് ഷുവർ ദാറ്റ് നത്തിങ് വാസ് ഓൾ റൈറ്റ്. ഒന്നും ശരിയായിട്ടില്ല എന്നുള്ളതാണ് ഓപ്ഷൻ ഡിയിൽ വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ മീനിങ് വൈസ് തെറ്റാണ് അല്ലെ. അപ്പോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. നോ സൂണറിന്റെ കൂടെ ദാന് വന്നിട്ടുണ്ട്. നോ സൂണറിന് ശേഷം ഡിഡ് വന്നിട്ടുണ്ട്, ഓക്സിലറി വന്നിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ സബ്ജക്റ്റ് വന്നിട്ടുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇതേപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം തെറ്റി എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് നെഗറ്റീവ് ഒഴിവാക്കി മുന്നോട്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ജെയിംസ് ഡാഷ് ഇനഫ് മണി ഹി ഡാഷ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ. ഓക്കെ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇഫ് ജെയിംസ് ഡാഷ് ഇനഫ് മണി ഹി ഡാഷ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവന് ഇനഫ് പൈസ ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് ജെയിംസ് ഹാഡ് ഇനഫ് മണി അല്ലെ, ഇഫ് ജെയിംസ് ഹാഡ് ഇനഫ് മണി ഹി വുഡ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ ആണ് കേട്ടോ. ഓക്കെ, ഇഫ് ജെയിംസ് ഹാവ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ജെയിംസ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഹാവ് പറയാൻ പറ്റില്ല. ഓക്കെ അല്ലെ. ഇവിടെ ഹാഡ് വരികയാണെങ്കിൽ അവിടെ എന്ത് വരും? വുഡ് പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ് വരും. വുഡ് പ്ലസ് V1 ഫോം, ബൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇഫ് ജെയിംസ് ഹാഡ് ഇനഫ് മണി ഹി വുഡ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ. നമ്മുടെ ഇഫ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ ആണ് വന്നിട്ടുള്ളത്. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. അതേ രീതിയിലുള്ള ചോദ്യം അല്ലെ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഹി വാസ് ആബ്സെന്റ് ഡാഷ് ഹി വാസ് സിക്ക്. ഹി വാസ് ആബ്സെന്റ് ഡാഷ് ഹി വാസ് സിക്ക് ബിക്കോസ് ഹി വാസ് സിക്ക്. അവന് വയ്യാത്തത് കൊണ്ട് അവൻ ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അവന് വയ്യാത്തത് കൊണ്ട് അവൻ ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ റീസൺ പറയുന്ന കേസ് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ബിക്കോസ് എന്നുള്ള വേർഡ് ആണ് യൂസ് ചെയ്യുക അല്ലെ. ഓക്കെ, അപ്പൊ ഇതെല്ലാം വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. ഇതിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടില്ല. PSC ഇങ്ങനെ വെറുതെ ഒരു കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ ഉദ്ദേശിച്ചേക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ചൂസ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ബിലോ. എഫെയർ ഡി എമോർ, ഇതിന്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. എഫെയർ എന്ന് പറയുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. എന്താ? ലവ് എഫെയർ ആണ് കേട്ടോ. ലവ് എഫെയർ, ലവ് എഫെയർ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തായാലും അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ചൂസ് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇവിടെ ഡിസ്ക്രിപ്പൻസിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് ആൻസർ വരുന്നത്? ഇറ്റ്സ് ഓപ്ഷൻ സി, ഡിസ്ക്രിപ്പൻസി. CREPANCY. ക്രീപാൻസി കേട്ടോ. ഡിസ്ക്രിപ്പൻസി. His speech has taken the wind out of my sails.
ടേക്കൺ ദി വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഓക്കെ, എന്താണ് അതിന്റെ അർത്ഥം വരുന്നത്? മേഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻഎഫക്റ്റീവ്. എന്റെ ആക്ഷൻസും അതുപോലെ തന്നെ എന്റെ പ്രവൃത്തികളും എന്റെ വേർഡ്സും എല്ലാം ഇൻഎഫക്റ്റീവ് ആക്കി എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദി വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ്, അല്ലെ, പുറത്തേക്ക് കൊണ്ടുപോയി, അതായത് എന്റെ ആക്ഷൻസും എന്റെ വേർഡ്സും എല്ലാം ഇൻഎഫക്റ്റീവ് ആക്കി എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദേ സെഡ് ലെറ്റസ് കം ഇൻ. ഇതിന്റെ ആൻസർ എന്തായിട്ട് വരും എന്ന് പറഞ്ഞ? ദേ സെഡ് ലെറ്റസ് കം ഇൻ. ഓക്കെ, ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോ യെസ്, ലെറ്റ് അസ് എന്ന് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും അതൊരു റിക്വസ്റ്റ് ആയിട്ട് പറയുന്ന ഒന്നാണ്, അല്ലെ? ലെറ്റസ്, ഞങ്ങൾ അകത്തേക്ക് വന്നോട്ടെ, ലെറ്റസ് കം ഇൻ. അപ്പൊ ലെറ്റസും ഉണ്ട് ലെറ്റ്സും ഉണ്ട്. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റ്സ്, LETS, ലെറ്റ്സ് ഗോ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമുക്ക് പോവാം. നമ്മളവിടെ അനുവാദം ചോദിക്കുന്നതല്ല, നമ്മൾ പറയുന്നതാണ് നമുക്ക് അങ്ങോട്ട് പോവാം, ലെറ്റ്സ് ഗോ. അതല്ല ലെറ്റസ് കേട്ടോ. ലെറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ചെയ്യണ പോലെയുള്ള ഒരു ആ ഒരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ലെറ്റസ് കണ്ടപ്പോ തന്നെ നമുക്ക് അറിയാം അവിടെ റിക്വസ്റ്റ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ യു ക്യാൻ ക്യാൻസൽ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി. ഓപ്ഷൻ എയും ഓപ്ഷൻ സി അല്ല എന്നുള്ള കാര്യം മനസ്സിലായി, ശരിയല്ലേ? റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. They said let us come in. അപ്പോ നമുക്ക് ഓപ്ഷൻ ബി നോക്കുമ്പോ they requested that they might be allowed to come in ഉണ്ട്. They requested me to let them come in. ഇവിടെ എന്നോട് റിക്വസ്റ്റ് ചെയ്തു എന്നുള്ളത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടോ? They said let us come in. ആരോട് പറഞ്ഞു? എന്നോടാണെന്നുള്ള ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ഡിനെ എലിമിനേറ്റ് ചെയ്യാം. എന്നോടാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. സോ നമ്മുടെ ആൻസർ എന്താ? They requested that they might be allowed to come in. Okay, they requested that they might be allowed to come in. Imperative sentence ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 + V1 ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്യുക എന്നും കൂടെ അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്പീച്ച് മെയ്ഡ് ബൈ സംവൺ ഫോർ ദി ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം പറയുന്ന സ്പീച്ചിന് എന്താ പറയാ? മെയ്ഡൻ സ്പീച്ച് എന്ന് പറയും, അല്ലെ? നമ്മുടെ ക്രിക്കറ്റിലൊക്കെ മെയ്ഡൻ ഓവർ എന്നൊക്കെ പറയുന്ന പോലെ മെയ്ഡൻ സ്പീച്ച് ആണ്, മെയ്ഡൻ സ്പീച്ച്. ഇവിടെ എക്സ്റ്റംബർ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് എക്സ്റ്റംബർ എന്ന് പറഞ്ഞാല്? എക്സ്റ്റംബർ എന്ന് പറഞ്ഞാൽ സ്പീച്ച് വിത്തൗട്ട് പ്രിപ്പറേഷൻ. പെട്ടെന്ന് നമുക്കൊരു ടോപ്പിക് തരുന്നു, നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് സംസാരിക്കുന്നു, അതിനെയാണ് എന്ത് പറയാ? എക്സ്റ്റംബർ എന്ന് പറയാ കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇട്ട് ഓപ്ഷൻ എ ആണ്, മെയ്ഡൻ സ്പീച്ച് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ 10 ക്വസ്റ്റ്യൻസും SSC ലെവലിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. 10ഉം SSCയുടെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം PSC ഇപ്പോൾ SSCയുടെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക കേട്ടോ. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ.